10 ദിവസമായുള്ള കാത്തിരിപ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലത്തെ ഇന്ന് അവസാനിക്കുമെന്ന് അതിലൊരു തീരുമാനമായി അല്ലേ? ഏതായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നേതാക്കൾ ഒരുമിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല MLA-മാരെയൊക്കെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരിക്കുന്നു. മറ്റ് ഘടകകക്ഷി നേതാക്കളും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഇന്ന് തന്നെ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. അങ്ങനെ തുടർ നടപടികളിലേക്ക് കടക്കും. ആ തീരുമാനത്തിലെ അനിശ്ചിതത്വം, ആശയക്കുഴപ്പമൊക്കെ നീങ്ങി എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ഇന്ന് ആ പ്രഖ്യാപനം 10 ദിവസമായി കേരളം കാത്തിരുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് ചേരും. യോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തിയ ചർച്ചയിൽ നേതൃത്വം ഒറ്റപ്പേരിലേക്ക് എത്തിയെന്നാണ് സൂചന. പ്രഖ്യാപനത്തിന് മുൻപ് വരെ തീരുമാനം അതീവ രഹസ്യമാക്കി വെക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഘടകകക്ഷി MLA-മാരോടും തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UDF നേതൃയോഗം ഉച്ചതിരിഞ്ഞ് 2 മണിക്കും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും. വിവരങ്ങളുമായി വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നിന്ന് ജിബിൻ JB ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശന്റെ ദേശത്തെ വീട്ടിൽ നിന്ന് വിപിൻ C വിജയനും കൂടി ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ജിബിൻ JBയിലേക്ക് പോകാം അല്ലെ? അതെ ജിബിൻ, നീണ്ട ചർച്ചകൾ, നീണ്ട ദിവസത്തെ കാത്തിരിപ്പ്, ഘടകകക്ഷികളുടെ മുറിവുറുപ്പ്, അതിനെല്ലാം അവസാനമാകുന്നു. ഇന്ന് 11 മണിയോടുകൂടി ഏതാണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ആ രഹസ്യാത്മകത അങ്ങനെ സൂക്ഷിക്കുകയാണ്. രഹസ്യമായി തന്നെ ആ പേര് അല്ലെങ്കിൽ ആ തീരുമാനം കോൺഗ്രസ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സസ്പെൻസ് ബാക്കി നിർത്തിക്കൊണ്ട് പ്രഖ്യാപനം എപ്പോഴായിരിക്കും? ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് ശ്രീനിധി. അത് തന്നെയാണ്, കാരണം 10 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് എത്താൻ പോകുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഒരു പേരിലേക്ക് എത്തിയെന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ജയറാം രമേശ് തന്നെയാണ് മാധ്യമങ്ങളോട് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് 1 മണിയോടുകൂടിയാണ് ഈ കാണുന്ന KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ വെച്ച് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. AICC നിരീക്ഷകരും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. 10:30 തന്നെ AICC നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് എത്തും. അതിനുശേഷം അവർ KPCC വരും. അതിനുശേഷമായിരിക്കും ഈ ഒരു പ്രഖ്യാപനം നടക്കുക. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ 2 മണിയോടുകൂടി UDFന്റെ ഒരു നേതൃയോഗം നടക്കുന്നുണ്ട്. ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ട്. ഏകദേശം 1 മണിക്ക് തന്നെ കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും 2 മണിയോടുകൂടി തന്നെ ഘടകകക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തേക്ക് എത്തും. ഇതിനുശേഷമായിരിക്കും UDFന്റെ നേതൃയോഗം നടക്കുക. ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവർണറെ നേരിട്ട് കണ്ടുകൊണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം അത് ഉന്നയിക്കുമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നത്. എവിടെ വെച്ചാണ് പ്രഖ്യാപനം എന്നുള്ളൊരു കാര്യമാണ്. ഇന്നലെ രാത്രിയൊക്കെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഒരു ആകാംക്ഷയായി നിലനിന്നത്. എന്നാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ഒരു പേരിലേക്ക് എത്തി. ആ പേര് രഹസ്യമായി ഇപ്പോൾ സൂക്ഷിക്കുകയാണ്. ഇതൊരു സീൽ ചെയ്ത കവറിലോ മറ്റോ രഹസ്യമായി തന്നെ ഈ 1 മണിക്ക് നടക്കുന്ന നേതൃയോഗത്തിന് മുമ്പായി KPCC അറിയിക്കും. അവിടെ വെച്ചാണ് മുകുൾ വാസ്നിക്, അജയ് മാക്കൻ അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഘടകകക്ഷികളുടെ കാര്യമാണ്. ഘടകകക്ഷികളുടെ കൂടി ഒരു നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും UDFന്റെ നേതൃയോഗം നടക്കുക. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയൊക്കെ നേതൃയോഗവും തിരുവനന്തപുരത്ത് വെച്ച് അവിടെ ഘടകകക്ഷി യോഗമൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘടകകക്ഷികൾ വിശ്വസിക്കുന്ന പേരിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഗവർണറെ കാണുന്നതിന് മുമ്പ് ഈ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണത്തിന് മുമ്പായി തന്നെ ഇവരൊക്കെ മീറ്റിംഗ് നടത്താനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 10 ദിവസമായി മലയാളികൾ കാത്തിരിക്കുന്ന, കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടതാണ്, ഈ കേരളത്തിനെ ആകെ കളിയാക്കിക്കൊണ്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ട്രോളുകളും വരുന്നത് കണ്ടാണ്. നമുക്കൊരു മുഖ്യമന്ത്രി ഇതുവരെ ആയിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് ഇന്ന് വിരാമം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ ആൻഡ് ശ്രീനിധി. ശരി ജിബിൻ, ഏതായാലും നീണ്ട ആ ചർച്ചകൾക്കൊടുവിൽ ഇന്ന് തീരുമാനം വരും എന്ന് തന്നെയാണ് പറയുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇനി അതൊന്ന് പുറത്തുവിട്ടാൽ, പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നതാണ് സാഹചര്യം. വിനീത VG കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഇന്നലെ മുഴുവൻ എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കായിരുന്നു നോക്കിയത്. ഡൽഹിയിൽ നിന്ന് എപ്പോൾ പ്രഖ്യാപനം വരും, ആര് പ്രഖ്യാപിക്കും, അതിനി ഒരു പ്രസ് റിലീസ് ആണോ എന്നൊക്കെ ഏറ്റവും ഒടുവിൽ ജയറാം രമേശ് ഈ ഖർഗെയുടെ അടുത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും വലിയ ആകാംക്ഷയായിരുന്നു. പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുമെന്ന് കരുതി. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനി പ്രഖ്യാപനത്തിന്റെ സ്ഥലം അതെവിടേക്കായിരിക്കും? അത് ഡൽഹിയിൽ തന്നെ ഒരു പ്രസ് റിലീസായി വരുമോ, അതല്ല
ദീപാദാസ് മുൻഷി കൈവശം ഈ കത്ത് രഹസ്യമായി ഈ തീരുമാനം കേരളത്തിലേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണോ? ഇനി ആ പെട്ടി അല്ലെങ്കിൽ ആ ഒരു കവർ പൊട്ടിച്ചാൽ തീരുമാനം പുറത്തു വരുമോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് ശ്രീനിധി. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ തുടക്കം മുതലുള്ള ഒരു സസ്പെൻസ് ഈ ചർച്ചകൾ പൂർത്തിയാകുമ്പോഴും ആ സസ്പെൻസ് ഇങ്ങനെ തുടരുകയാണ്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി എത്തി. ഈ അവസാനഘട്ട കൂടിക്കാഴ്ചയായിരുന്നു അത്. ആ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വലിയ ആകാംക്ഷയിലായിരുന്നു. അടുത്ത നിമിഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നാലെ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനത്തിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെയാണ് ജയറാം രമേശ് ഖർഗെയുടെ വസതിയിലേക്ക് എത്തുകയും ഇരുവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം പുറത്തുനിന്ന മാധ്യമങ്ങളോട് വന്ന ജയറാം രമേശ് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ്, പ്രഖ്യാപനം നാളെ എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ വെച്ചാണോ പ്രഖ്യാപനം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിന് വേണ്ടിയാണ് പ്രഖ്യാപനം എന്നുള്ളതാണ്. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എവിടെ വെച്ചാണെന്നോ എപ്പോഴാണ് ആ സമയമെന്നോ ഒന്നും അങ്ങനെ ഔദ്യോഗികമായി കോൺഗ്രസ് അറിയിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇനി കേരളത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപനം നടത്താനാണ് സാധ്യത. അത് ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപാദാസ് മുൻഷി നിയമസഭാ കക്ഷി നേതാവിന്റെ പേര് അത് അറിയിക്കും. അവിടെ ഇന്ന് ചേരുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് ചേരുന്ന യോഗത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പ്രൊസീജിയറുകളും പാലിച്ചുകൊണ്ടായിരിക്കും ആ പ്രഖ്യാപനം എന്നാണ് ACC വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നിലവിലെ പ്രൊസീജിയറുകൾ പ്രകാരം നിയമസഭാ കക്ഷി യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ആ യോഗം ചേർന്ന യോഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതിനുശേഷം ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള അവസാനഘട്ട കൂടിക്കാഴ്ച അത് ഏതാണ്ട് 40 മിനിറ്റിലേറെ നീണ്ടുനിന്നു. എല്ലാ ചർച്ചകളും പൂർത്തിയായി. ചർച്ചകൾ പൂർത്തിയാകുമ്പോഴും തുടക്കം മുതലുള്ള സസ്പെൻസ് അത് ഇത് ഏറ്റവും ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോഴും അതേ സസ്പെൻസിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അവസാന ഈ ഘട്ട ചർച്ചകൾ നടന്നപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് KC-VD RC ക്യാമ്പുകൾ. ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനം അത് ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് 3 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിലുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ കൈക്കൊണ്ടുവന്ന ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്, ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ നമ്പറുകൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതായത് MLA-മാർ കൂടുതൽ ആരെ പിന്തുണയ്ക്കുന്നു അവരെ നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനുള്ളത്. നമ്മൾ കർണാടകയിലാണെങ്കിലും നേരത്തെ ഹിമാചലിലൊക്കെ ആണെങ്കിലും അതേ സാഹചര്യം തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ കേരളത്തിലും അത്തരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്ന് ആണ് നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെയല്ല. അവിടുത്തെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ജനവികാരം, ഘടകകക്ഷികളുടെ അഭിപ്രായമൊക്കെ പരിഗണിക്കണമെന്ന് VM സുധീറിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഒരു വ്യത്യസ്ത തീരുമാനത്തിലേക്ക് എത്തിയേക്കുമോ എന്നുകൂടിയാണ് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതായിട്ടുള്ളത്. എല്ലാ നേതാക്കളും അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ, അഭിപ്രായങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് അന്തിമ ഘട്ടത്തിലേക്കായിരുന്നു ചർച്ചകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഈ 3-ൽ ഒരാൾ മുഖ്യനാണ്. ആ മുഖ്യൻ ആരാണെന്നുള്ളത് കോൺഗ്രസിന് അറിയാം. അതിൽ തീരുമാനമായിട്ടുണ്ട്. അത് നമ്മൾ അറിയാൻ ഒരല്പം കൂടി കാത്തിരിക്കണം. ഗൂഗിൾ തീർച്ചയായും ആരാണ് ആ 3-ൽ ഒരാൾ എന്നറിയാൻ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. ഗോകുൽ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി മുഖ്യമന്ത്രി ആരാണ് തീരുമാനിച്ചത്, ഇനി തെരുവിൽ മറ്റൊരു പ്രതിഷേധം കാണാൻ ഇടയുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം വിനീത പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് KC, മറ്റൊരു വശത്ത് RC, VD, അങ്ങനെ 3 പേരും ഇങ്ങനെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 3 പേരുടെയും പിന്നിൽ അത്രത്തോളം അണികളും ഉണ്ടാകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇനി ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുമ്പോൾ അണികൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ജിബിൻ JB കൂടി ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജിബിൻ, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. ജിബിനിലേക്ക് വരാം. നമുക്കൊന്ന് വിപിൻ C വിജയനിലേക്ക് പോകാം. വിപിൻ, നമുക്കറിയാം എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് മുഖ്യമന്ത്രി എന്നത്. അങ്ങനെ ഈ സംസ്ഥാനത്തുടനീളം ചർച്ചകൾ നടക്കുന്നു. ഇന്നിതാ വിവിധയിടങ്ങളിൽ നമുക്കറിയാം യോഗങ്ങൾ ചേരുന്നു. അങ്ങനെ ആ ക്ലൈമാക്സിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനി എന്തായിരിക്കാം അണികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? അങ്ങനെ നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി.
ഈ പറഞ്ഞതുപോലെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ തന്നെ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആ സീൽ വെച്ച കവറിൽ അത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനായിരിക്കും ഇനി അടുത്ത മുഖ്യമന്ത്രി എന്ന് വി ഡി സതീശൻ ക്യാമ്പ് ഉറപ്പിക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഇന്നലെ ആലുവ ദേശത്തെ വീട്ടിലേക്ക് കണ്ടതാണ് ജനങ്ങളുടെ ഒരു ഒഴുക്ക്. അപ്പോൾ മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നാകും എന്നുള്ളതാണ് ആ വന്നിട്ടുള്ള പ്രവർത്തകരുടെ ഒക്കെ തന്നെ ആകെ വികാരം. 100 അല്ല 110% ജനവികാരം കണക്കിലെടുക്കും എന്നുള്ളത് കൂടി ഈ പ്രവർത്തകരൊക്കെ പറയുന്നു. ഇന്നലെ രാത്രി ഇന്നായിരിക്കും പ്രഖ്യാപനം എന്ന് പറഞ്ഞതിന് ശേഷം പോലും പിരിഞ്ഞു പോകാതെ നമ്മൾ 100 കണക്കിന് പ്രവർത്തകർ ആ വീട്ടിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. അതുതന്നെയാണ് ഒരു ജനവികാരം. ഈ ജനവികാരം കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ഈ ഒരു ചർച്ചകൾക്ക് ശേഷം, അതായത് UDF കോൺഗ്രസിന്റെ ചർച്ചകൾക്ക് ശേഷം വീണ്ടും ഒരു ഉന്നതാധികാര സമിതി ചേരുകയും വി ഡി സതീശൻ അല്ലെങ്കിൽ അതിലേത് തീരുമാനം എടുക്കും എന്നതിനെ സംബന്ധിച്ചും ചർച്ചകളിലേക്കും കടക്കും എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഘടകകക്ഷികൾ അത്രത്തോളം സ്ട്രോങ് ആയി തന്നെ വി ഡി സതീശനായി വാദിക്കുന്നു. ഇനി അങ്ങനെയല്ല, മറിച്ചൊരു തീരുമാനമാണ് ഇപ്പോൾ KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആണ് എന്നുണ്ടെങ്കിൽ പ്രവർത്തകരുടെ വികാരം അത് തെരുവിൽ കാണാം എന്നുള്ളതാണ് ഇന്നലത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വി ഡി സതീശനല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത ഇന്നലത്തെ പ്രവർത്തകരുടെ ഓരോ സംസാരത്തിലും കാണാൻ കഴിഞ്ഞു. കാരണം അത്രത്തോളം പ്രവർത്തകർ അവിടേക്ക് വരികയും അവർ കൊടിവീശുകയും ഒക്കെ ചെയ്താണ്. അല്പസമയത്തിനകം തന്നെ വി ഡി സതീശൻ തിരുവനന്തപുരത്തേക്ക് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരിക്കുകയും ചെയ്യും. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല. നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ നിയുക്ത MLA-മാരായിട്ടുള്ള ഷിയാസും അബ്ദുൽ ഗഫൂറും ഉൾപ്പെടെയുള്ളവർ അവിടെ വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവാണ് കാര്യങ്ങൾ എന്നുള്ളത് വി ഡി സതീശൻ ക്യാമ്പ് ഇപ്പോഴും ഉറപ്പിക്കുകയാണ്. പക്ഷേ അത് മറിച്ചൊന്നാണെങ്കിൽ ഈ പ്രവർത്തകർ, അതായത് വി ഡി സതീശനൊപ്പമുള്ള പ്രവർത്തകർ തെരുവിലിറങ്ങും എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ അവരുടെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണ് എങ്കിൽ അത് കൂടുതൽ ചർച്ചകളിലേക്കും കൂടുതൽ രാഷ്ട്രീയ ചലനങ്ങളിലേക്കും പോകും എന്നുള്ളതും തീർച്ചയായി നിൽക്കുകയാണ്. ശ്രീനിധി, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.